ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ബർമൂഡ സോളോ മാച്ചാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോച്ചിനൊക്കെയാണ് വന്ന് കഴിഞ്ഞേക്കുന്നത്. എന്നിട്ട് എതിരിൽ തന്നെ നമുക്ക് കണ്ട ഒരു ഡബിൾ വിക്കറ്റാണ് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് ടൈം UMP എതിരിൽ കണ്ടുവരാൻ എനിക്ക് നല്ല റെഡ് കൊടുത്തു. 199 കൊടുത്തിട്ട് എത്ര ഡാമേജ് കൊടുത്തു അവന് മറ്റേ ക്യാരക്ടർ ഇട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ താഴേക്ക് വരുന്നു ഉറപ്പായി. എന്നിട്ട് ഒക്കെ തന്നെ ഷോർട്ട് ഗണ്ണും കിട്ടി. അവൻ ടക്സ് പോയിട്ട് ഇവിടേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ രണ്ടാളിതാ വരുന്നു. അപ്രശ്വസിച്ചാൽ മതി. എൻ്റെ രണ്ടാൾക്കും ഡാമേജ് കൊടുത്തു. ഞാൻ നല്ല ലൂട്ട് ചെയ്യാൻ പോയി. ഷോർട്ട് ഗണ്ണും കളിയില്ല, UMPയിലും ഇല്ല. നീത്ത് നോക്കുമ്പോൾ ഇവൻ വെച്ചിരിക്കുന്ന ഗ്ലൂവാലിൽ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് നോക്കി. പക്ഷെ മിന്നത്തൊക്കെ ഈ നൈഫ് ഇടുമ്പോൾ ഒന്നിടുമ്പോൾ എന്നെ പാതി പൊട്ടിച്ചായി. ഇപ്പോൾ അതിന് ഞാൻ വീണ്ടും നോക്കുന്നു. ഒരാൾ അവന് കൊന്നു കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും അവൻ റിവൈവായി വരുന്നു. ഇവൻ മറ്റേ ക്യാരക്ടർ ഇട്ടിട്ടുണ്ട് ഗുൽഫുറാൻ്റെ. നമ്മളതിനെ കൊണ്ട് ഉള്ളിലായിട്ട് പോയിട്ട് നോക്കുമ്പോൾ ഇവൻ്റെ ഒരു കണ്ണ് പോയി ഇവൻ ഓടുകയാണ്. എത്ര സ്പീഡിൽ അവൻ ഓടുന്നതാണ് കാണാം. ഞാൻ പിന്നെ അവിടേക്ക് പോകാൻ നോക്കില്ല. അതെല്ലാം ഒരു അനി നല്ല ഡാമേജ് എനിക്ക് തന്നു. അടിച്ച് അപ്പുറം തന്നെ കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഡബിൾ വെക്ടർ കണ്ടിരുന്നു. ഇപ്പം അതില്ല. ഇതാ സൈഡിൽ കാണുന്നു. ഞാൻ എടുത്തു ഡബിൾ വെക്ടർ. എന്നിട്ട് ഞാൻ ഡബിളാക്കാൻ മറന്നു പോയി കേട്ടോ. ശേഷമാണ് ഇപ്പോൾ ഞാൻ ഡബിൾ വെക്ടർ ആക്കുന്നത്. ഒന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു എനിമി നല്ലോണം വെക്കുന്ന സൗണ്ട് കേട്ടിരുന്നു. ഞാൻ അങ്ങനെ പോയിട്ട് വെക്കുമ്പോൾ അവൻ സ്കോപ്പാക്കിയിട്ട് അവിടെ നിന്നു. ഞാൻ അഡ്മിട്ടാ പോകുന്നത് വെച്ചാൽ അവൻ വീട്ടർ നല്ല ഡാമേജ് എടുക്കുന്നുണ്ട് അവിടുന്ന്. ഞാൻ അതിനെക്കൊണ്ട് ഈ മറ്റേ ഡബിൾ വീട്ടർ ദൂരത്തേക്ക് വെക്കാൻ പറ്റില്ല. അതിനെക്കൊണ്ട് ഞാൻ അതിൽ വെക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എന്നിട്ട് ഞാൻ പോയിട്ട് റഷ് ചെയ്യാമെന്ന് തീരുമാനിച്ച് നല്ല ബുക്കോങ്ങൊക്കെ ഇട്ട് ഞാൻ പോകുമ്പോൾ അവനിടാ സൈഡിൽ വെച്ചോണ്ടിരിക്കുന്നു. നമുക്ക് നല്ല ഡാമേജും വീടും. അവൻ വീട്ടറിൻ്റെ ക്യാരക്ടർ കിട്ടും. എന്നിട്ട് ഞാൻ എങ്ങനെയോ അവനെ കൊന്ന് നേരെ ലൂട്ട് ചെയ്യാമെന്ന്. എൻ്റെ അവിടെ ഒരു വണ്ടിയുണ്ട്. ഇവിടെ വെൻഡിങ് മെഷീൻ ഉണ്ട്. നമ്മൾ വെൻഡിങ് മെഷീൻ്റെ അവിടേക്ക് ഒന്നും പോയില്ല. എൻ്റെ ഒരു ഡ്രോൺ ഇട്ട് നോക്കുമ്പോൾ എനിമിനൊന്നും കാണുന്നില്ല. എനിമി ഓരോ അർസനലിൻ്റെ അവിടെ ഉണ്ട്. എൻ്റെ ഞാൻ ഒരു ഹിറ്റ് ലിസ്റ്റും കൂടി എടുത്തു. അർസനലിൻ്റെ അവിടെ ഉള്ള എനിമി നല്ല തിങ്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. അർസനൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് കോരി ടോക്കൺ കിട്ടാൻ തുടങ്ങി. 2 കുറി ഇതേ ടോക്കൺ എനിക്ക് ഒരേ പ്രാവശ്യം കിട്ടി. ബാക്കിലൊരു എനിമി ഉണ്ടായിരുന്നു. ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ വീണ്ടും ഞാൻ പോയി വേണ്ടതൊക്കെ എടുത്തു. ഹെൽമെറ്റ്, വെസ്റ്റ് അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു. എന്നിട്ട് ഞാൻ പൈസ ഇവിടെ തീർന്നുണ്ട്. ഹെൽമെറ്റ് കാണുന്നില്ല. അതെല്ലാം എനിക്ക് അതന്നെയാണ് ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടേക്ക് വന്നു. വീണ്ടും ഒരു ഡ്രോൺ കിട്ടി. അതിന് വിട്ടു. ഇവിടെ അവന് എനിക്കിപ്പോൾ അവൻ്റെ പ്ലേസ് അറിഞ്ഞ അവിടെ ഉള്ളതെന്ന്. അർസനലിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അല്ല, സൈഡിൽ ആ ഗ്ലൂവാൻ്റെ ബാക്കിലാണ് അവനുള്ളത്. അവൻ സാൻറ്റി ഇടുമ്പോൾ തന്നെ എനിക്കറിഞ്ഞ് എവിടെ നിന്നായി സാൻറ്റിയോ പോകുന്നത്. എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ഗ്ലൂവാനിങ്ങനെ കവർ ചെയ്ത് നിന്നപ്പോൾ അവിടേക്ക് പോയി സാൻറ്റി അവിടേക്ക് പോയപ്പോൾ അപ്പോൾ എതിരുള്ളൊരു എനിമി നിന്ന് നോക്കുന്നു. എന്നു പറഞ്ഞാൽ മീത്തൊരു എനിമി ക്ലോക്ക് ടവർ. ഞാൻ അറിയാതെ പോയിട്ട് ഇങ്ങനെ വെക്കാതിരിക്കുകയാണ്. അവനറിഞ്ഞ് എന്നിട്ടൊരു പൊട്ടലാക്കിയതാണ് അവൻ. അതിൻ്റെ മീത്തൊരു എനിമിയുണ്ട്. അവൻ വെക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ അതിൽ വിട്ടൊരു ഇതിനെടുത്തിട്ട് സൈഡിൽ നിന്നും വെക്കുന്നുണ്ട്. ആക്കില്ല, അങ്ങോട്ട് ഫിനിഷായി. എന്നിട്ട് സൈഡിൽ നിന്ന് ഒരാൾ വെക്കുന്നുണ്ട്. എന്നിട്ടവൻ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അവിടെ ഗ്ലൂ അലെല്ലാം ഇട്ടവന്. ഞാനും കുറച്ച് HP ഒക്കെ ഇടാൻ വെച്ച് നോക്കുക. HPൻ്റെ ഒരു ഓർമ്മയില്ല. ഞാനിപ്പോൾ റഷ് ചെയ്യുകയാണ്. അവനിപ്പോൾ HP ഒക്കെ ഇത് സെറ്റായിട്ടുണ്ടാവും. അപ്പം എൻ്റെ എന്തോ ഒരു ബുദ്ധിയിൽ അങ്ങോട്ട് മെഡിക്കിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്തു. അവൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീറ്റാണ് അവൻ ഇരുന്നേക്കുന്നത്. ഇതാ ഇവിടെ നമുക്ക് കണ്ടു. അവൻ സൈഡിലുണ്ടായിരുന്നു. ഞാൻ റഷ് ചെയ്യാന്ന് വെച്ച് ബുക്കോങ്കൊന്നും യൂസ് ആവില്ല. ഗ്ലോലിറ്റി തന്നെ കയറണം. അവൻ റഷ് ചെയ്താൽ അവൻ റഷ് ചെയ്യില്ല. അവൻ ബുക്കോങ്കലിൽ ഇട്ടിട്ട് കളിക്കുന്നുണ്ട്. അവൻ ബാക്കിൽ നോക്കുകയാണ്. ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ റഷ് തന്നെ ചെയ്തു. റഷ് ചെയ്തിട്ട് ഗ്ലൂവാൾ ഫോൾഡർ ഞാൻ ഇട്ടു. അവനും ഓടുകയാണ്. ഇതാ വേണ്ട, അവൻ ഇത് കയറി. എന്നിട്ട് അവിടെ നിന്ന് ഓടാൻ നോക്കി. ഇതിങ്ങനെ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് ആ ലിസ്റ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. എൻ്റെ ലിസ്റ്റിൽ പോയാൽ നല്ല ലൂട്ടിന് കിട്ടി. ലിസ്റ്റാണല്ലോ. സോണ് ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആക്രാന്തത്തിൽ സോണ് എത്തി പോയിട്ട് പീക്കിൻ്റെ അവിടേക്ക് എന്തോ പോയി എത്തിയിട്ടുണ്ട്. പീക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നു. സോൺ കഴിഞ്ഞ് ഒറ്റ അടിക്ക് സോണ് പോയി. ഞാൻ എന്ത് ചെയ്യണം, ലാസ്റ്റ് സോണാണ്. അല്ലാതെ നട്ടിൻ്റെ ഒരു ഇത് കേട്ടി എനിക്ക് അതിനെക്കൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് കാർമ്മിപ്പിക്കാൻ വെച്ചു. ഇവിടെ കുറേ ആൾ ഒരു വ്യവഹാരം ചെയ്യാനൊക്കെ നിൽക്കും. നീത്തും കുറച്ച് അതിന് വേണ്ടി അവരെ നമുക്ക് ഫിനിഷ് ചെയ്യണം.
എൻ്റെ മീത്തൊക്കെ ഞാനാണ് പോകുന്നത്. ഫസ്റ്റ് മീത്താണ് നമുക്ക് ശബ്ദമൊക്കെ കേൾക്കുന്നത്. എന്നിട്ട് ആരോ സൈഡിൽ ഇങ്ങനെ കാറെടുത്തോട് വരുന്നു. പിന്നെ നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാനുണ്ട് സൈഡിലുള്ള. ഇവിടെ ഒരു സാൻഡ് കിട്ടാൻ വരുന്നുണ്ട്. ഞാൻ ഒരു ഡാമേജ് കൊടുത്ത് അവൻ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവന് ഫിനിഷ് ആക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് നോക്കുമ്പോൾ അവനും വേറെ ഒരു ചെക്കനും വീണ്ടും ഫൈറ്റാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് നോക്കി, അവിടെ സാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഫുൾ അപ്പോൾ എതിർന്നും വെക്കുന്നു. അവൻ്റെ കയ്യിലുള്ളൊരു മാഗാണ്. നല്ല സൈഡ് 4 കേസ് നല്ല ഡാമേജ് വന്നു എനിക്ക്. ഞാൻ മേടിക്കിട്ടിടുന്ന ഓർമ്മയില്ല. ഞാനിവിടെ ലൂട്ട് ചെയ്യാണ്. 40 സെക്കൻഡ് സോണുണ്ട്. അതിനെക്കൊണ്ട് ഇതിങ്ങനെ നിന്നു. വരുന്നുണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തുണ്ട്. അറിഞ്ഞ് ഞാൻ കാറാക്കിയത്. ഞാൻ എതിർത്ത് എനിക്കെന്നെ കാറാക്കിയത്. എന്നിട്ട് ഞാൻ ഇവിടേക്ക് വന്നു. കുറച്ച് കവറൊക്കെ നിൽക്കാൻ പറഞ്ഞു. ഇവർ രണ്ടാളും നല്ല ഫൈറ്റ് ഉണ്ട്. ഇവർ പോകുമ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ഇവർ രണ്ടാൾ ഫൈറ്റ് ചെയ്യട്ടെ. അപ്പോൾ നോക്കുമ്പോൾ ഇവൻ സാനിറ്ററി ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലൂ വാലൊക്കെ ഇട്ട് കുറച്ച് മെഡിക്കേറ്റ് ഇടാന്നിരിക്കുമ്പോൾ ഇവന് ഗ്ലൂ വാല് ക്രാഷിംഗ് ഒക്കെ ഇട്ടു. അപ്പോൾ ഞാൻ എങ്ങനെയും കവർ പിടിക്കാനിരിക്കുമ്പോൾ വീണ്ടും അവൻ കുത്തുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നല്ല ഡാമേജ് തന്നെ കൊടുത്തു. കുറച്ചൊക്കെ നല്ല ഡാമേജ് കൊടുത്ത് ഗ്ലൂ വാലൊക്കെ ഇട്ട് സൈഡിലേക്ക് പോകുമ്പോൾ ഇവൻ്റെ മിത്രയൊക്കെ ഇട്ട് സൈഡിൽ വന്നു. അങ്ങനെ ഞാൻ ആ മാച്ച് അങ്ങോട്ട് എടുത്ത് ബൂയ ചെയ്തു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.